ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. 12/2024 ശനിയാഴ്ച നടന്ന 4ാം ഘട്ട LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷണൽ ആൻസർ കീയോട് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതെന്നാണ്. ഏതാണ് വർഷം? ഓപ്ഷൻ D ആണ് ആൻസർ, 1931. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സമരം ഏതെന്നാണ്. ഇതിലൊരു വാക്കുണ്ട്, നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സമരം ഏതെന്നാണ്. ഓപ്ഷൻ A ആണ് ആൻസർ, ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതെന്നാണ്. ഓപ്ഷൻ D ആണ്, റൗലത്ത് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാരെന്നാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ D ആണ് ആൻസർ, ഉദ്ധം സിംഗ് ആണ്. ബാക്കി ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു ഇവരെല്ലാവരും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ്. ഓപ്ഷൻ B അംബേദ്കർ ആണ് ആൻസർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഈ ഒരു ഓപ്ഷനിൽ നോക്കാനുള്ള ഒരേ ഒരു വ്യക്തി അംബേദ്കർ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്കെന്നാണ്. ഓപ്ഷൻ B ആണ്, ഡോക്ടർ S രാധാകൃഷ്ണൻ ആണ് ആൻസർ. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ്. സമത്വത്തിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്, സ്വത്ത് വാങ്ങാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പോൾ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ D ആണ് ആൻസർ. 1, 3, 4, 6 എന്നിവ, അതായത് സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശം, അതുപോലെ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ആറാമത്തെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. സ്വത്ത് വാങ്ങാനുള്ള അവകാശവും മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ അഞ്ചാമത്തെ, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശവും അതുപോലെ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ ചില റെസ്ട്രിക്റ്റഡ് ഏരിയസിലേക്ക് മുൻകൂർ അനുവാദമൊന്നുമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതെന്നാണ്. ഇതൊരു കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ, കോടതിയെ നമുക്ക് സമീപിക്കാനാകില്ല എന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ B ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്തെന്നാണ്. പൗരന്മാരുടെ അവകാശ സംരക്ഷണം, നിയമനിർമ്മാണം, പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണൽ, കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ. ഇതിലേതാണ് പ്രധാന ചുമതല. ഓപ്ഷൻ B നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതെന്നാണ്. ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിച്ചത്. ഓപ്ഷൻ A ആണ് ആൻസറായി വരുന്നത്, ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ബന്ധമില്ലാത്ത കാര്യം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി ആരെന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി. ഓപ്ഷൻ C ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്നാണ്. ഓപ്ഷൻ B വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. ഓപ്ഷൻ B വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരെന്നാണ്. ഓപ്ഷൻ C വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആൻസർ. രാമകൃഷ്ണപിള്ള ആരായിരുന്നു, ഇതിൻ്റെ എഡിറ്റർ ആയിരുന്നു അല്ലേ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണെന്നാണ്. ഓപ്ഷൻ C ബ്രസീലാണ് ആൻസർ. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിൽ നിലവിലെ പ്രസിഡന്റിന് തൊട്ടുമുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ്.
ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ്. ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരെന്നാണ്? ഓപ്ഷൻ ബി വി പി മേനോനാണ് ആൻസർ. വി പി മേനോൻ്റെ ഒരു ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക എന്നാണ്. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഭിലായ് സോവിയറ്റ് യൂണിയൻ, അതുപോലെ ബി ബൊക്കാറോ ഏതാണ്? ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ സി റൂർക്കേല വരുന്നത് ജർമ്മനിയാണ്. ഡി ദുർഗാപൂർ ബ്രിട്ടൻ. അതായത് എല്ലാം നേരെ തന്നെയാണ്, കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തെ സാംസ്കാരികമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1986. 22ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്നാണ്? ഓപ്ഷൻ സി ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? 23 ബി ആണ് ആൻസർ. മെയ് 25 ആണ് ലോക ഫുട്ബോൾ ദിനം. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ബിയും ഡിയും തെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതെന്നാണ്? ഓപ്ഷൻ ബി സിയാച്ചിനാണ് ആൻസർ. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഹിമാലയമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള വിവരം. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള വിവരം. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൂചനകളിൽ നിന്ന് പ്രദേശം കണ്ടെത്തുക എന്നാണ്. പ്രദേശം തിരിച്ചറിയുക. ഒന്നാമത്തത് കൊടുത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏതെന്നാണ്? രണ്ടാമത്തത് മലമ്പാതയാണിത് എന്നാണ്. രണ്ടാമത്തെ ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട് ഈ പ്രദേശത്തിന്. അതുപോലെ ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് എന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമതലത്താണ്. ഒന്നാമത്തെ എ കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമതലത്തിനെ പറ്റിയാണിത്. ബി പാലക്കാട് ചുരത്തിനെ പറ്റിയാണ്. സി എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലത്തെ പറ്റിയാണ്. ഡി തീര സമതലത്തെ പറ്റിയാണ്. ഓപ്ഷൻ ബി പാലക്കാട് ചുരമാണ് ആൻസർ. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക എന്നാണ്. കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ ഇവയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ ഡി നെയ്യാറാണ്. ബാക്കിയുള്ള നദികളെല്ലാം വടക്കേയറ്റത്തെ നദിയാണ്. നെയ്യാർ മാത്രമാണ് ഏറ്റവും തെക്കേയറ്റത്തെ നദി. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ ദേശീയ ജലപാത ഏതെന്നാണ്? ഓപ്ഷൻ സി NW3 ആണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത. 35ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ എന്നിവയിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിയാൽ പദ്ധതി എറണാകുളം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരെന്നാണ്? ഓപ്ഷൻ എ സജി ചെറിയാനാണ് ആൻസർ. സജി ചെറിയാനാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി.
37ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക എന്നാണ്. പശ്ചിമഘട്ടത്തിലെ മയനിയൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണിത്. അതുപോലെ വംശനാശന ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണിതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതമാണ് ആൻസർ. 38ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാമസഭയുടെ കൺവീനർ ആരെന്നാണ്. ഓപ്ഷൻ സി വാർഡ് മെമ്പറാണ് ആൻസർ. ഗ്രാമസഭയുടെ കൺവീനറായിട്ട് വരുന്നത് വാർഡ് മെമ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണെന്നാണ്. ഓപ്ഷൻ എ എറണാകുളം ജില്ലയിലായിരുന്നു പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്. 40ാമത്തെ ക്വസ്റ്റ്യൻ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഏതെന്നാണ് ചോദിച്ചത്. പോർട്ടൽ ഓപ്ഷൻ എ കതിർ ആപ്പാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണെന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 89.45 മീറ്റർ ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ യുണൈറ്റഡ് നേഷൻ UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ഓപ്ഷൻ ബി 134 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതെന്നാണ്. ഓപ്ഷൻ എ ബുധനാണ് ആൻസർ. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരെന്നാണ്. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണല്ലേ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏതെന്നാണ്. ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണെന്നാണ്. ഓപ്ഷൻ ബി ഗാന്ധിജി എന്നാണ് ആൻസർ. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. ഇതൊരു SCERT ഫാക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതെന്നാണ്. ഓപ്ഷൻ ബി 800 ആണ് ആൻസർ. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോക അധ്യാപക ദിനം എന്നാണ്. ഓപ്ഷൻ ബി ഒക്ടോബർ 5 ആണ് ലോക അധ്യാപക ദിനം. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതെന്നാണ്. ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ്. ഓപ്ഷൻ എ ഇന്ദ്രയാണ് ആൻസറായി വരുന്നത്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ബ്രസീലിൽ വെച്ചിട്ടാണ് 2024 G20 ഉച്ചകോടി. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ്. എ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി, അതുപോലെ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിരയാണെന്നാണ് ബി. സി അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി, അതുപോലെ ഡി അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ഇതിലേതായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി ബിയും സിയും എന്നുള്ളതാണ് ശരി. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ഡിയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. അടുത്തൊരു 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതെന്നാണ്. ഓപ്ഷൻ സി ജ്വാലാമുഖിയാണ് ആൻസറായി വരുന്നത്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഫിറോമണിന് ഉദാഹരണമായത് ഏതെന്നാണ്. ഓപ്ഷൻ ബി ബോംബിക്കോൾ ആണ് ഫിറോമണിന് ഉദാഹരണം. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതെന്നാണ്. ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് എന്നാണ്. ഓപ്ഷൻ സി COVID-19 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതെന്നാണ്. ഓപ്ഷൻ ബി വൈറസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതെന്നാണ്. ഓപ്ഷൻ ബി പ്രകീർണനമാണ് ആൻസർ ആയിട്ട് വരുന്നത്.
61-ാമത്തെ ക്വസ്റ്റ്യൻ, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? എ. ഫോർമിക് ആസിഡ് ആണ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ സി വിസരണമാണ് ആൻസർ. 63-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതെന്നാണ്? ഓപ്ഷൻ സി സിങ്ക് ആണ് 63-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതെന്നാണ്? ഓപ്ഷൻ ബി വേട്ടക്കാരനാണ് ആൻസർ. 65-ാമത്തെ ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? ഓപ്ഷൻ ഡി ലാവോസിയാണ്. ലാവോസിയാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത 66-ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ചാന്ദ്രയാൻ 3 ആണ് ആൻസർ. 67-ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ഇനി എലിപ്പനി എന്ന ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തെ ഡെങ്കിപ്പനി എന്താ? ഡെങ്കിപ്പനി വൈറസ് ആണ്. അതുപോലെ നാലാമത്തെ മലമ്പനി എന്താണ്? മലമ്പനി പ്ലാസ്മോഡിയം വഴിയാണ്. അടുത്തത് 68-ാമത്തെ ക്വസ്റ്റ്യൻ, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതെന്നാണ്? ഓപ്ഷൻ എ ക്യൂലെക്സ് ആണ് ആൻസർ. ക്യൂലെക്സ് കൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. അടുത്ത 69-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതെന്നാണ്? ഓപ്ഷൻ സി മീസിൽസ് ആണ്. വായുവിൽ കൂടി പകരുന്ന രോഗമാണ് മീസിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതെന്നാണ്? ഓപ്ഷൻ എ ഇരുമ്പാണ് ആൻസർ. അടുത്തത് 71-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ ആണ് ആൻസർ. അടുത്തത് 72-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്പിഗ്മോ മാനോമീറ്റർ ആണ് ആൻസർ. 73-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഒന്നാമത്തത്, ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. രണ്ടാമത്തത്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ഇനി അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം ശരിയെന്നുള്ളത്. ഇനി 74-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതെന്നാണ്? 74-ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ശ്വാസകോശമാണ്. ഇനി 75-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 76-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അടുത്തത് 77-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ്? ഓപ്ഷൻ ബി ഹർമൻപ്രീത് സിംഗ് ആണ് 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. ഇനി 78-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 70-ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതെന്നാണ്? ഓപ്ഷൻ ബി ആട്ടമാണ്. ആട്ടം എന്ന ചിത്രമാണ് 70-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായത്. 79-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് എന്തിലൂടെയാണെന്നാണ്? ഓപ്ഷൻ എ മലിനജലമാണ് ആൻസർ. മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അടുത്തത് 80-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എസ് സോമനാഥ് ആണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത 81-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 81-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 11 ആണ് ആൻസർ. അടുത്ത 82-ാമത്തെ ക്വസ്റ്റ്യൻ. 82-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 7 ആണ്.
ഇനി 83-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 83-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 84-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 154 എന്നുള്ളതാണ് 84-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 85-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 375 ആണ് 85-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത 86-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 86-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 86-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1408 എന്നുള്ളതാണ് 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഇനി 88-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 89-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതുപോലെ 90-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 10 എന്നുള്ളതാണ് 90-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 91-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 4 ആണ്. അതുപോലെ 92-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 20 ആണ് ആൻസർ. 93-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 0.05/3 എന്നുള്ളതാണ് 93-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 94-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 16 എന്നുള്ളതാണ്. ഇനി 95-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് 27. 96-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് 1 എന്നുള്ളതാണ്. അടുത്ത 97-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 264 എന്നുള്ളതാണ് ആൻസർ. ഇനി 98-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ചതുർഭുജമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 99-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് 19 ആണ് ആൻസർ. അതുപോലെ 100-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 3/1/4 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.